ഒരു വിശ്വാസി എന്ന നിലയിൽ നാം എങ്ങനെയാണ് നമ്മുടെ തൊഴിലിനെ അഥവാ ഔദ്യോഗിക ജീവിതത്തെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ദൈവവചനപ്രകാരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു വ്യക്തിയുടെ കരിയർ, ജോബ്, കോളിംഗ്, ഇത് മൂന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കരിയറാണെങ്കിലും ജോബാണെങ്കിലും ദൈവവിളിയാണെങ്കിലും ഇത് മൂന്നും വ്യത്യസ്ത നിലകളിൽ ഉള്ളവയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കരിയർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ അത് ആരംഭിക്കുന്നു. പിന്നീട് അവർ തിരഞ്ഞെടുക്കുന്നതായ ജോലികളിൽ കൂടെ കാലക്രമേണ വികസിപ്പിച്ചെടുക്കുന്നതായ ചില കഴിവുകളും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നതായ ഉത്തരവാദിത്തങ്ങളും എല്ലാം ചേർന്ന ഒന്നാണ് കരിയർ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് പണസമ്പാദനത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവവിളി എന്ന് പറയുന്നത്. നമ്മെ ദൈവ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ വിളിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കരിയറും നമ്മുടെ ജോബും നമ്മുടെ കോളിങ്ങും ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് വ്യത്യസ്ത കാര്യങ്ങളാണ് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. കരിയറും ജോബും ഇവ തമ്മിൽ ബന്ധമുണ്ട്. എന്നാൽ ഈ രണ്ടിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ ഒന്നാണ് ദൈവവിളി അഥവാ കോളിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പല വ്യക്തികളും അവരുടെ കരിയറിനെ പറ്റി ചിന്തിച്ച് വ്യാകുലപ്പെടാറുണ്ട്. എന്നാൽ വേറെ ചിലർ അവരുടെ ഔദ്യോഗിക ജീവിതത്തെക്കാട്ടിലുപരി അവരുടെ കോളിങ്ങിന് ദൈവവിളിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും ഉണ്ട്. ഇന്ന് പകൽക്കാലം നാം നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവവിളിയെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരം ഈ മൂന്നിനും അതിൻ്റെതായ സ്ഥാനം കൊടുത്ത് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്, നാം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ കരിയർ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കപ്പെടുവാൻ ഇടയാകരുത്. പലരും ചെയ്യുന്നത്, അവരുടെ കരിയർ അഥവാ ഔദ്യോഗിക ജീവിതം ആദ്യം തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി ജീവിത ലക്ഷ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനുമായിട്ട് ശ്രമിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാനിടയാകും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ടൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ കെട്ടിപ്പടുക്കണം. ജീവിത ലക്ഷ്യങ്ങൾ അത് ക്രമീകരിക്കപ്പെടുകയോ ആ ജീവിത ലക്ഷ്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം തൻ്റെ ഔദ്യോഗിക ജീവിതം താൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഔദ്യോഗിക ജീവിതത്തിലൂടെ തൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് വ്യക്തികൾക്ക് കഴിയും. അങ്ങനെയല്ല എങ്കിൽ ജീവിതത്തിൽ അനേക
പരാജയങ്ങളെ അവർ നേരിടേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഡോക്ടറാകുവാനായിട്ട് തീരുമാനിച്ചു. നമുക്കറിയാം, ഒരു വ്യക്തി ഡോക്ടറാകേണ്ടതിന് ഏകദേശം 4-5 വർഷക്കാലം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4-5 വർഷത്തെ പഠനത്തിന് ശേഷം ആ വ്യക്തി ഡോക്ടറായിട്ട് മാറി. എന്നാൽ ആ ഡോക്ടറായതിനു ശേഷമാണ് താൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. വളരെയധികം സമയം ചെലവഴിച്ച് ജോലി ചെയ്യേണ്ടതായ ഒന്നാണ് ഈ പണിയെന്നും, മറ്റുള്ളവരെ പോലെ വളരെയധികം ദിവസങ്ങൾ അവധിയെടുക്കുവാനോ മറ്റുള്ളതായ കാര്യങ്ങൾക്ക് വളരെയധികം സമയം ചെലവഴിക്കുവാനോ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഡോക്ടറായതിനു ശേഷമാണ്. ഒരിക്കലും ഡോക്ടറാകുന്നത് തെറ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ തൻ്റെ ജോലിയുടെ സമയം, അതിൽ ലഭിക്കുന്നതായ പരിമിതമായ സമയങ്ങൾ, മറ്റുള്ള വ്യക്തികളോട് ഒന്നിച്ച് സമയം ചിലവഴിക്കുവാനായിട്ട് ലഭിക്കുന്ന ചില പരിമിതമായ സമയങ്ങളും ദിവസങ്ങളും, ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാഴ്ചപ്പാടുകൾ എന്തു ചെയ്യുമെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരുവാൻ ഇടയാകും. അതുകൊണ്ടാണ് ഒന്നാമതായിട്ട് നാം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്താണെന്ന് കണക്ക് കൂട്ടണം, മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുവാൻ, അത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണോ എൻ്റെ ഔദ്യോഗിക ജീവിതമെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു വിഷയമെന്ന് പറയുന്നത്, നാം നമ്മുടെ ഔദ്യോഗിക ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സാധ്യതകളെപ്പറ്റി നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ പിന്തുടരുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്കിടെ പിന്തുടരുവാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ കൂട്ടത്തിൽ നാം നമ്മുടേതായ സ്വപ്നങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ തന്നെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളതായ ചില ഉപദേശങ്ങളും സ്വീകരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു തൊഴിലാളിയായിരിക്കും എന്നുള്ളതായ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്നതായ ഔദ്യോഗികമായ ജീവിതത്തിൻ്റെ സാധ്യതകൾ ഈ ലോകത്തിൽ എത്രമാത്രമുണ്ട്? നാം തിരഞ്ഞെടുക്കുന്നതായ തൊഴിലിൻ്റെ സാധ്യതകൾ, ഉപജീവന മാർഗത്തിൻ്റെതായ സാധ്യതകൾ നമുക്ക് ചുറ്റും ഈ ലോകത്തിലും എത്രമാത്രം അതിന് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി നാം അത് തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഔദ്യോഗിക ജീവിതം കൊണ്ട് നമ്മുടെ ആശകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും പുറകെ പോയി അതിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ളതായ ജീവിതത്തെ നാം തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം തിരഞ്ഞെടുക്കുന്നതായ നമ്മുടെ ഔദ്യോഗിക ജീവിതം, നമ്മുടെ തൊഴിലിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിൽ ആ സാധ്യതകളെ നാം നമ്മുടെ കഴിവുകൾ നന്നായിട്ട് ഉപയോഗിക്കുവാനും നമ്മുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാനുമുള്ള ഒരു ഉപകരണമായിട്ട് ആ സാധ്യതകളെ നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയപ്രദമാകുവാൻ ഇടയായിത്തീരും.
സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ഒരു ദൈവവചനത്തിൻ്റെ സത്യമിതാണ്: സാധ്യതകളെ മനസ്സിലാക്കുക, ആ സാധ്യതകളെ നാം ഉപയോഗിക്കുന്നവരായിട്ട് തീരണം. അടുത്തതായിട്ട് പണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. അപ്പോൾ തന്നെ നാം ദ്രവ്യാഗ്രഹികൾ ആയിരിക്കരുത് എന്ന് മനസ്സിലാക്കണം. അതായത് 1 തിമോത്തിയോസിൻ്റെ പുസ്തകം 6-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം, നാം ദ്രവ്യാഗ്രഹികളായിരിക്കരുത് എന്ന് വചനം പറയുന്നു. എന്നാൽ ഈ വചനം ഒരിക്കലും നമുക്ക് പണം ആവശ്യമില്ല എന്നും നാം പണത്തിൽ നിന്ന് പണം വേണ്ട എന്ന് പറഞ്ഞ് മാറി സഞ്ചരിക്കണമെന്നുമുള്ളതായ ഉപദേശം നൽകുന്നില്ല. നമുക്ക് ശുശ്രൂഷകൾക്കാണെങ്കിലും ജീവിതത്തിനാണെങ്കിലും പണം ആവശ്യമാണ്. എന്നാൽ നാം വെറും പണസ്നേഹികൾ ആയി തീരരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് പണം ആവശ്യമുണ്ട്. ആ നമുക്ക് ലഭിക്കുന്നതായ പണത്തെ നാം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ടൊരു കാര്യം, നാം നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന മേഖലകളിൽ ഉപയോഗിക്കുന്നവരായിരിക്കണം. നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക, ആ കഴിവുകളെ ഏറ്റവും അനുയോജ്യമായ മേഖലയിൽ ഉപയോഗിക്കുന്നവർ ആയിരിക്കണം. അതായത് ചില കരിയറുകൾക്ക് വളരെ കുറച്ചു സമയം മാത്രം മതിയായിരിക്കും. എന്നാൽ വേറെ ചിലവയ്ക്ക് അനേക സമയങ്ങൾ നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വർഷങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡോക്ടറാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി 4-5 വർഷക്കാലം പഠിച്ച് ഡോക്ടറായി അതിനുശേഷം ഒരു നല്ല ഡോക്ടറാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ ശോഭിച്ചു നിൽക്കുന്നതിന് വേണ്ടി പിന്നെയും അനേക സമയങ്ങൾ, കാലങ്ങൾ എടുക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചെറിയ സമയം ആവശ്യമുള്ളിടത്ത് അത് ആദ്യം ചെയ്യുക. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് സമയം ചിലവഴിക്കുന്നവരായിട്ട് നാം മാറണം. നമ്മുടെ യൗവന കാലഘട്ടത്തിൽ, ചെറുപ്രായത്തിൽ നമുക്ക് കഴിയാവുന്നതായ ജോലികളിൽ നാം വ്യാപൃതരായിരിക്കണം. അത് തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ബാല്യകാലങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. പീറ്റർ, ആൻഡ്രു, അതുപോലെ തന്നെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, ഇവരെല്ലാം തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ശോഭിച്ചവരായിരുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2-ാം 3-ഉം വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവസാനമായിട്ട് പറയേണ്ടത്, ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ, നിങ്ങളുടെ തൊഴിൽ മേഖലകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഒരു കാര്യം കൊണ്ടാണ്. ചിലർ എന്താണെന്നറിയാമോ, അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി, അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരുടേതായ വഴികൾ ദൈവത്തിൽ ആശ്രയിക്കാതെ തിരഞ്ഞെടുത്തതുകൊണ്ട് പലപ്പോഴും പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയായിട്ടുണ്ട്. പിന്നീട് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവർ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ ഇടയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ ഔദ്യോഗിക ജീവിതം
താൻ ആഗ്രഹിക്കുന്നതായ ഒരു തൊഴിലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യണമെന്നറിയാമോ? ദൈവസന്നിധിയിൽ വളരെയധികം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നാം ആഗ്രഹിക്കുന്നതായ ജീവിത രീതികളും എല്ലാം ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം വഴികൾ തിരഞ്ഞെടുക്കേണ്ടത്. നാം ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനമെടുക്കുമ്പോൾ നാം എടുക്കുന്നതായ തീരുമാനങ്ങളെല്ലാം ശരിയാകണമെന്നുമില്ല. പിഴവുകൾ പറ്റുമ്പോൾ ഒന്ന് നമുക്കറിയാം, ദൈവം എന്നോട് കൂടെയുണ്ട്, അവൻ എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നാം നമ്മുടെ പദ്ധതികൾ തയ്യാറാക്കിയാൽ, നാം നമ്മുടെ തൊഴിൽ മേഖലകളും ഔദ്യോഗിക ജീവിതവും തിരഞ്ഞെടുത്താൽ എന്താണെന്നറിയാമോ? പിഴവുകൾ പറ്റത്തില്ലെന്നല്ല, പിഴവുകൾ പറ്റും. പിഴവുകൾ പറ്റുമ്പോഴും നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. എന്നാൽ ഇതിൽ പിഴവുകൾ പറ്റിയാലും എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. അവൻ എനിക്ക് വേണ്ടി നല്ലൊരു വഴിയെ തുറന്നു തരും. അവൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഇരമ്യാവിനെ പോലെ നമ്മളും വിശ്വസിക്കണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ളതായ വിചാരങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് അറിയുക. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.